എൻ്റെ സുഖപ്പെടൽ. പിറ്റേന്ന് ഭാഗ്യവശാൽ എൻ്റെ ശ്വാസഗതി സാധാരണ അവസ്ഥയിലായതുകൊണ്ട് ഡോക്ടർമാർ എന്നെ കോമയിൽ നിന്ന് ഉണർത്തി. ബോധം തിരിച്ചു കിട്ടിയപ്പോൾ എനിക്ക് മണം അറിയാനുള്ള കഴിവ് നഷ്ടമായി എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അത് പരിശോധിക്കാനായി ഒരു നഴ്സ് എന്നോട് മൂക്ക് ചീറ്റിയ ശേഷം ആപ്പിൾ ജ്യൂസ് മണത്ത് നോക്കാൻ പറഞ്ഞു. എൻ്റെ മണം അറിയാനുള്ള ശേഷി തിരിച്ചു വന്നെങ്കിലും ശക്തിയായി മൂക്ക് ചീറ്റിയപ്പോൾ പൊട്ടലുകളിലൂടെ വായു കയറി എൻ്റെ ഇടത് കണ്ണ് പുറത്തേക്ക് ഉന്തി വന്നു. എൻ്റെ കൺതടത്തിൽ നിന്ന് ഉന്തി എൻ്റെ കൺപോളകളിലും ഓപ്റ്റിക് നെർവിലുമായി തങ്ങി നിന്നു. വായു മെല്ലെ ഇറങ്ങിപ്പോകുമ്പോൾ പതിയെ കണ്ണ് പഴയ അവസ്ഥയിലാകുമെന്നാണ് എൻ്റെ ഡോക്ടർ പറഞ്ഞത്. എന്നാൽ ഇതിനെത്ര സമയമെടുക്കുമെന്ന് പറയാൻ കഴിയില്ല. ഒരാഴ്ച കഴിഞ്ഞാൽ എൻ്റെ ശസ്ത്രക്രിയയാണ്. എനിക്ക് ഭേദപ്പെടാൻ അങ്ങനെ കുറച്ച് സമയം കൂടി ലഭിക്കും. എന്നെ കണ്ടാൽ ഞാനൊരു ബോക്സിംഗ് മത്സരത്തിൽ അപകടപ്പെട്ടുവെന്ന് തോന്നുമെങ്കിലും ഞങ്ങൾ ആശുപത്രി വിട്ടു. ഒടിഞ്ഞ മൂക്കും മുഖത്ത് അരഡസൻ ഒടിവുകളും ഒന്തി നിൽക്കുന്ന ഇടത് കണ്ണുമായി ഞാൻ വീട്ടിലെത്തി. പിന്നീടുള്ള മാസങ്ങൾ എൻ്റെ ഏറെ ക്ലേശങ്ങൾ നിറഞ്ഞതായിരുന്നു. എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മരവിച്ച് നിൽക്കുന്നത് പോലെയായിരുന്നു അപ്പോൾ. ആഴ്ചകളോളം ഞാൻ കാണുന്നതെല്ലാം ഇരട്ടയായി തോന്നി. എനിക്ക് നേരെ നോക്കാനേ കഴിഞ്ഞിരുന്നില്ല. ഒരു മാസം കഴിഞ്ഞാണ് എൻ്റെ കണ്ണ് പൂർവ്വസ്ഥിതിയിലായത്. അപസ്മാരവും കാഴ്ചപ്രശ്നങ്ങളും കാരണം 8 മാസം കഴിഞ്ഞാണ് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിഞ്ഞത്. ഫിസിക്കൽ തെറാപ്പിയിൽ ഞാൻ പരിശീലിച്ചത് നേരെ നടക്കുക പോലെയുള്ള ലളിതമായ കാര്യങ്ങൾ ചെയ്യാനാണ്. എൻ്റെ അപകടം എന്നെ തളർത്തരുത് എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. എന്നാൽ വിഷാദം എന്നെ മൂടിയ ഒരുപാട് അവസരങ്ങളുണ്ടായി. 1 വർഷത്തിന് ശേഷം ബേസ്ബോൾ കളിക്കളത്തിലെത്തിയപ്പോൾ ഞാൻ എത്ര പുറകിലാണെന്ന് ഞാൻ വേദനയോടെ തിരിച്ചറിഞ്ഞു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ബേസ്ബോൾ. സെൻറ്റ് ലൂയിസ് കാർഡിനൽസിന് വേണ്ടി കളിച്ചിരുന്നയാളാണ് എൻ്റെ അച്ഛൻ. എനിക്കും ഒരു പ്രൊഫഷണൽ കളിക്കാരനാകണമെന്നായിരുന്നു ആഗ്രഹം. മാസങ്ങളുടെ ചികിത്സയ്ക്ക് ശേഷം എനിക്ക് ആകെയുണ്ടായിരുന്ന ആഗ്രഹം കളിക്കളത്തിൽ തിരികെ എത്തുക എന്നതായിരുന്നു. എന്നാൽ ബേസ്ബോളിലേക്കുള്ള എൻ്റെ തിരിച്ചുപോക്ക് എളുപ്പമായിരുന്നില്ല. സീസൺ അവസാനിപ്പിച്ചപ്പോൾ സർവകലാശാല ടീമിലേക്ക് തിരഞ്ഞെടുക്കാതെ പോയ ഒരേയൊരു ജൂനിയർ വർഷക്കാരൻ ഞാനായിരുന്നു. ഞാൻ എൻ്റെ പ്രായത്തിലും താഴെയുള്ള ടീമിൽ ചേരേണ്ടി വന്നു. 4 വയസ്സ് മുതൽ ബേസ്ബോൾ കളിക്കുന്നയാളാണ് ഞാൻ. ഈ കളിക്ക് വേണ്ടി ജീവിതത്തിലെ കുറേയേറെ വർഷങ്ങൾ നീക്കിവെച്ച് എനിക്ക് പുറത്താകൽ ലജ്ജാകരമായിരുന്നു. അത് സംഭവിച്ച ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ എൻ്റെ കാറിൽ ഇരുന്ന് കരഞ്ഞു. എനിക്ക് അല്പമെങ്കിലും ആശ്വാസം കിട്ടുന്ന ഒരു പാട്ട് കേൾക്കാൻ കഴിയുമോ എന്നറിയാൻ ഞാൻ റേഡിയോയിൽ തിരഞ്ഞു. 1 വർഷത്തെ സംശയങ്ങൾക്ക് ശേഷം എനിക്ക് സർവകലാശാല ടീമിൽ ചേരാനായെങ്കിലും ഒരിക്കലും കളിക്കളത്തിലിറങ്ങാൻ കഴിഞ്ഞില്ല. എൻ്റെ വിദ്യാഭ്യാസകാലം വലിയ ആരവങ്ങളില്ലാതെ മുന്നോട്ട് പോയെങ്കിലും എനിക്കൊരു മികച്ച കളിക്കാരനാകാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എൻ്റെ അവസ്ഥ മെച്ചപ്പെടണമെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ അപകടത്തിന് ശേഷം 2 വർഷം കഴിഞ്ഞ് ഡെന്നിസൺ സർവകലാശാലയ്ക്ക് വേണ്ടി കളിക്കാൻ തുടങ്ങിയതാണ് എൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവ്. അതൊരു പുതിയ തുടക്കമായിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ ചെറിയ ശീലങ്ങളുടെ അത്ഭുതകരമായ ശക്തി തിരിച്ചറിഞ്ഞത്. ഞാൻ ശീലങ്ങളെപ്പറ്റി പഠിച്ചതിൻ്റെ കഥ. ഡെന്നിസൺ സർവകലാശാലയിൽ പഠിച്ചതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച തീരുമാനം. എനിക്ക് ബേസ്ബോൾ ടീമിൽ പ്രവേശനം ലഭിച്ചു. കളിക്കാരുടെ നിരയിൽ ഏറ്റവും താഴെയായിരുന്നു എൻ്റെ സ്ഥാനമെങ്കിലും ഞാൻ ഏറെ ആവശ്യത്തിലായിരുന്നു. ഹൈസ്കൂൾ കാലത്തെ പ്രശ്നങ്ങൾക്ക് ഒടുവിൽ ഞാനൊരു കോളേജ് അത്ലറ്റായി മാറിയിരിക്കുന്നു. ഞാൻ ഉടനെയൊന്നും എൻ്റെ ടീമിന് വേണ്ടി കളിക്കാൻ സാധ്യതയില്ലായിരുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു ചിട്ട കൊണ്ടുവരാൻ ഞാൻ തീരുമാനിച്ചു. എൻ്റെ കൂട്ടുകാർ രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് വീഡിയോ ഗെയിം കളിച്ചപ്പോൾ ഞാൻ നല്ല ഉറക്കശീലങ്ങളുണ്ടാക്കി. നേരത്തെ ഉറങ്ങി. ഒരു കോളേജ് ഹോസ്റ്റലിൻ്റെ എല്ലാ അലങ്കോലത്തിനിടയിലും എൻ്റെ മുറി അടുക്കും ചിട്ടയുമായി സൂക്ഷിച്ചു. അവയൊക്കെ ചെറിയ കാര്യങ്ങളായിരുന്നെങ്കിലും ഈ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു നിയന്ത്രണം ഉണ്ടെന്ന് എന്നെ ബോധ്യപ്പെടുത്തി. എനിക്ക് വീണ്ടും ആത്മവിശ്വാസം തിരിച്ചു കിട്ടി. എൻ്റെ ആത്മവിശ്വാസം എൻ്റെ ക്ലാസ് റൂമിലും പ്രതിഫലിച്ചു. എൻ്റെ പഠനശീലങ്ങൾ മികച്ചതായി. എനിക്ക് ആദ്യ വർഷം നിറയെ എ ഗ്രേഡുകൾ ലഭിച്ചു. സ്ഥിരമായി സ്വാഭാവികമായി നാം ചെയ്യുന്ന കാര്യങ്ങളാണ് ശീലങ്ങൾ. ഓരോ സെമസ്റ്ററും കഴിയവേ ഞാൻ ശേഖരിച്ച ചെറുതെങ്കിലും ഉറച്ച ശീലങ്ങൾ ഒടുവിൽ പഠനം തുടങ്ങിയപ്പോൾ എനിക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത വിജയങ്ങൾ എനിക്ക് നേടിത്തന്നു. ഉദാഹരണത്തിന്, ആഴ്ചയിൽ പലതവണ ഭാരം ഉയർത്തി പരിശീലനം ചെയ്ത ഞാൻ 1 വർഷം കൊണ്ട് തൂവൽ പോലെയുള്ള 170 പൗണ്ടിൽ നിന്ന് മെലിഞ്ഞുറച്ച ഒരു 200 പൗണ്ടായി മാറിയിരുന്നു. എൻ്റെ 1ാം വർഷത്തിൽ ഞാൻ പിച്ചിങ് സ്റ്റാഫിന് ജോലിയിൽ ചേർന്നു. 2ാം വർഷത്തിൽ ഞാൻ ടീം ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആ സീസൺ അവസാനിച്ചപ്പോൾ ഞാൻ ഓൾ കോൺഫറൻസ് ടീമിൽ ചേർന്നു. അവസാന വർഷത്തിൽ എത്തിയപ്പോൾ എൻ്റെ ഉറക്കശീലങ്ങളും
പഠനശീലങ്ങളും സ്ട്രെങ്ത് ട്രെയിനിങ് ശീലങ്ങളും എന്നെ ഒരുപാട് സഹായിച്ചു. ഒരു ബേസ്ബോൾ ബാറ്റ് മുഖത്ത് തെറിച്ചു വീണ് കോമയിലായി ആശുപത്രിയിൽ കിടന്നതിന് ശേഷം 6 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഡെനിസൺ സർവകലാശാലയിലെ ഏറ്റവും മികച്ച പുരുഷ അത്ലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. രാജ്യത്തെ 33 കളിക്കാർക്ക് മാത്രം ലഭിക്കുന്ന വിശേഷ ബഹുമതിയായ ESPN അക്കാദമിക് ഓൾ അമേരിക്ക ടീമിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ഞാൻ പഠനം പൂർത്തിയാക്കിയപ്പോൾ റെക്കോർഡ് ബുക്കുകളിൽ 8 ഇടങ്ങളിൽ എൻ്റെ പേര് അച്ചടിക്കപ്പെട്ടു. ആ വർഷം സർവകലാശാലയിലെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ പ്രസിഡന്റിൻ്റെ മെഡൽ എനിക്ക് ലഭിച്ചു. ഇതെല്ലാം നിങ്ങൾക്കൊരു പൊങ്ങച്ചമായി തോന്നിയാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. സത്യം പറഞ്ഞാൽ എൻ്റെ അത്ലറ്റിക് ചരിത്രത്തിൽ പ്രത്യേകമായി ഒന്നും തന്നെയില്ല. ഞാൻ ഒരിക്കലും ഒരു പ്രൊഫഷണൽ കളിക്കാരനായില്ല. എന്നാൽ ആ വർഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അപൂർവമായ ഒരു കാര്യം പഠിച്ചുവെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ ശക്തി ഞാൻ മനസ്സിലാക്കി. ഈ പുസ്തകത്തിൽ ഞാൻ പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ നിങ്ങളെയും സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്. ഈ അപകടം എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയായിരുന്നു. ആ അനുഭവം എന്നെ ഒരു പാഠം പഠിപ്പിച്ചു. ചെറുതെന്നും നിസ്സാരമെന്നും നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ വർഷങ്ങളോളം പിന്തുടർന്നാൽ അവ ഒരുമിച്ച് ചേർന്ന് വലിയ നേട്ടങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഞാൻ അറിഞ്ഞു. നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങൾക്ക് പരിമിതികളുണ്ടാകാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഗുണം നിർണ്ണയിക്കുന്നത് നമ്മുടെ ശീലങ്ങളുടെ ഗുണമാണ്. മികച്ച ശീലങ്ങളുണ്ടെങ്കിൽ എന്തും സാധ്യമാണ്. ഒറ്റ രാത്രി കൊണ്ട് അവിശ്വസനീയമായ വിജയം കൈവരിക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടായേക്കാം. എനിക്ക് അങ്ങനെ ആരെയും അറിയില്ല. ഞാൻ അവരിൽ ഒരാളല്ല. വൈദ്യശാസ്ത്രപരമായി സൃഷ്ടിച്ച കോമയിൽ നിന്ന് അക്കാദമിക് ഓൾ അമേരിക്കനിലേക്കുള്ള എൻ്റെ യാത്ര ഒരു നിമിഷം കൊണ്ട് സംഭവിച്ചതല്ല, പല നിമിഷങ്ങൾ കൊണ്ട് സംഭവിച്ചതാണത്. ചെറിയ വിജയങ്ങളിലൂടെയും ചെറിയ പരിശ്രമങ്ങളിലൂടെയും ഞാൻ നടത്തിയ പരിണാമം. ഞാൻ പുരോഗമിച്ചത് ചെറിയ തുടക്കങ്ങളിലൂടെയാണ്. എൻ്റെ മുന്നിലുള്ള ഒരേയൊരു മാർഗവും അതുതന്നെയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ബിസിനസ് തുടങ്ങിയപ്പോഴും ഈ പുസ്തകം എഴുതിയപ്പോഴും ഞാൻ സ്വീകരിച്ചത് അതേ മാർഗമാണ്.